ഹായ് എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഹാരിസ് സമീർ അലി. എവിടെയാണെന്നറിയാലോ? എവിടെയാണെന്ന് ഇപ്പോൾ സത്യം പറഞ്ഞാൽ പറയാൻ പറ്റില്ല, കാരണം നടുക്കടലിലാണ്. കഴിഞ്ഞ കുറേ എപ്പിസോഡുകളായിട്ട് കപ്പൽ കാഴ്ചകൾ തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കപ്പൽ നമ്മൾ തായ്ലൻഡിലെ ഫുക്കറ്റിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് അടുക്കുകയാണ്. അപ്പോൾ ഇന്ന് രാത്രി, ഇപ്പോൾ സമയം ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ 7 മണിയാട്ടോ വൈകിട്ട്. ഇനി നാളെ രാവിലെ 7 മണിയാകുമ്പോൾ സിംഗപ്പൂരിലെത്തും. അപ്പോൾ ഷിപ്പ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ അനന്തമായ കടലിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. നല്ലൊരു അനുഭവമായിരുന്നു. കഴിഞ്ഞ 3 രാത്രികൾ പിന്നിട്ട് 4ാമത്തെ രാത്രിയിലേക്ക് കടന്ന് 4 രാത്രിയും 5 പകലും അടങ്ങുന്ന യാത്രയാണ് കേട്ടോ. ഒരു രക്ഷയില്ല. സിംഗപ്പൂർ, മലേഷ്യ, തായ്ലൻഡ് കേട്ടോ. അതുപോലെ തന്നെ സിംഗപ്പൂരിലുള്ള ക്രൂസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് ക്രൂസ് പാക്കേജുകളുണ്ട്. നിങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ചിട്ട് നമ്മുടെ സ്ഥാപനമായിട്ടുള്ള റോയൽ സ്കൈ ഹോളിഡേയ്സ് ഞങ്ങൾ ചെയ്തു തരും. ഒരു രക്ഷയില്ല, പറയാതിരിക്കാൻ വയ്യ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് ബാക്കി പ്രൊസീജിയറുകളൊക്കെ കാണാം. അപ്പോൾ കപ്പലിൽ ഇത്തവണത്തെ നമ്മുടെ ഇന്ന് ഈ യാത്രയിലെ ലാസ്റ്റ് നൈറ്റാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ട്, അതൊക്കെ കാണാം. എന്തൊക്കെയാണ് നടപടിക്രമങ്ങൾ. അപ്പോൾ നമ്മൾ കപ്പലിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മുടെ പാസ്പോർട്ട് മേടിച്ച് വെക്കും. അത് നമുക്ക് പോകുന്നതിൻ്റെ തൊട്ട് മുമ്പത്തെ ദിവസം ഇന്ന് നമുക്ക് പാസ്പോർട്ട് തന്നു. കാരണം നമ്മൾ ആ പാസ്പോർട്ട് കൊണ്ടിട്ട് ഇനിയിപ്പോൾ മലേഷ്യയിലെ തായ്ലൻഡിലൊന്നും പോയി രക്ഷപ്പെടാൻ പോണില്ല. ഇനിയിപ്പോൾ തിരിച്ച് കപ്പൽ സിംഗപ്പൂരിൽ തന്നെ ഇറക്കും. അപ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടത് സിംഗപ്പൂരിൻ്റെ ഒരു മൾട്ടിപ്പിൾ വിസയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ തിരിച്ച് ചെല്ലുമ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് ഇറങ്ങുന്ന പോലെ തന്നെ സെയിം പ്രൊസീജിയറുകൾ. അപ്പോൾ അതിൻ്റെ ഒരു കാർഡ് തന്നിട്ടുണ്ട്, ഓൺലൈൻ രജിസ്ട്രേഷൻ. അതൊക്കെ നമുക്ക് ഈസിയായിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. വൈഫൈ ഷിപ്പിൽ നിന്ന് ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞു, പാസ്പോർട്ട് കിട്ടിക്കഴിഞ്ഞു. പിന്നെ നമ്മളിന്ന് എന്തെങ്കിലുമൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ വലിയ മൂർച്ചയുള്ള എന്തെങ്കിലുമൊക്കെ ആയുധങ്ങളൊക്കെ, നമ്മളിപ്പോൾ വലിയ കത്തി സംഭവങ്ങളൊക്കെ നമ്മൾ സിംഗപ്പൂരിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലിക്കർ, അതുപോലെ കുറേ സിഗരറ്റ്സ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇവിടുത്തെ റെസ്ട്രിക്ഷനായിട്ടുള്ള സാധനങ്ങൾ, ഷിപ്പിലെ റെസ്ട്രിക്ഷൻസ് ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും സെക്യൂരിറ്റി. അത് നമ്മൾ പോകുന്നതിൻ്റെ തലേ ദിവസം നമുക്കത് റൂമിൽ കൊണ്ടുവന്ന് തരും. അതിൽ നമുക്ക് അവിടുത്തെ കൗണ്ടറിൽ പോയിട്ട് മേടിക്കാവുന്നതാണ്. അപ്പോൾ അതാണ് മറ്റൊരു സർവീസ് ഉള്ളത്. ബാക്കി ഇനി നമുക്ക് നോക്കാം. ഒരുപാട് പരിപാടികളുണ്ട്, DJ പാർട്ടി, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് പല സ്ഥലങ്ങളിൽ നടക്കുന്നത്. എവിടെയൊക്കെ ഓടിയെത്തുമെന്ന് അറിയില്ല. മനോഹരമായിട്ടുള്ള കാഴ്ച. പിന്നെ മറ്റൊരു രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, മിനിമം 2 ആളെങ്കിലും ഉണ്ടാണ്. ഒറ്റയ്ക്കുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു ബോർ ഫീൽ ചെയ്യും നമ്മൾ ഇത്രയും ദിവസം ആകുമ്പോൾ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, ഒക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ചാനലിലൊക്കെ ഉണ്ടെങ്കിലും. പക്ഷെ പലപ്പോഴും ഒരു ഏകാന്തത, ആ ഏകാന്തതയിൽ നമ്മളിങ്ങനെ കുറേ നേരം ഇരുന്നും കടൽ കാഴ്ചകളൊക്കെ കണ്ടൊക്കെ ഇങ്ങനെ പോയി. അപ്പോൾ 2 ആളാണെങ്കിൽ അടിപൊളിയായിരിക്കും. പിന്നെന്ന് വെച്ചാൽ നമ്മൾക്ക് അതിശയകരമായിട്ടൊരു കാര്യം വെച്ചാൽ, ഒരുപാട് ട്രാഫിക്. നമ്മൾ കരയിൽ ഒരുപാട് വണ്ടികൾ നമ്മൾ കണ്ടിട്ടുണ്ട്, കടലിൽ നമ്മൾ ഇത്രയും കണ്ടിട്ടുള്ളൂ. പക്ഷെ കടലിൽ അതിന് മാത്രം ഷിപ്പുകളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ സ്ഥലങ്ങളിലും. ഇപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ ഷിപ്പുകളുണ്ട് കേട്ടോ, ഒത്തിരി ഷിപ്പുകളുണ്ട്. സിംഗപ്പൂർ അടുക്കുമ്പോൾ അത് ഇത്ര മാത്രമാണെന്ന് പറയുള്ളൂ. നമുക്ക് ഇപ്പം തന്നെ നമ്മൾ ഓരോ മണിക്കൂറിലും ഒരു 50, 60, 100 നമുക്ക് എണ്ണാൻ പറ്റുന്നുള്ളതാണ്. അത്രയും ഷിപ്പുകൾ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് സത്യം പറഞ്ഞ് ഞെട്ടിക്കണ ഒരു കാര്യം തന്നെയാണ്. നമ്മളിപ്പോൾ ആകാശത്ത് വിമാനങ്ങളുടെ തിരക്കറിയണമെങ്കിൽ ഒരു ഫ്ലൈറ്റ് റഡാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പുണ്ട്. അതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ആകാശത്തുള്ള വിമാനങ്ങളുടെ ആധിക്യം കാണാം. കപ്പലിന് അങ്ങനെ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഒരു രക്ഷയില്ല കേട്ടോ, അതിന് മാത്രം കപ്പലുകളാണ്. അപ്പോൾ ഇനി നമുക്ക് കപ്പലിൻ്റെ ബാക്കി കാഴ്ചകളിലേക്ക് പോകാം. കപ്പലിലെ ഷോപ്പിംഗ് ഒക്കെ ഇങ്ങനെ പൊടി പൊടിക്കുകയാണ് കേട്ടോ. പൊടി പൊടിക്കാന്ന് പറഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്, ഒരുപാട് വെറൈറ്റി വാച്ചുകൾ, പെർഫ്യൂംസ്, ബാഗുകൾ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞിരുന്നു. ഇതിനകത്ത് എൻ്റെ ഫേവറേറ്റ് ഒരു ഐറ്റം ഉണ്ട്. എൻ്റെ ഫേവറേറ്റ് ഐറ്റം എന്ന് പറഞ്ഞാൽ ഇൻവിക്റ്റയുടെ വാച്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര വെറൈറ്റിയാണ്, ഭയങ്കര ഹെവി ആയിരിക്കും വാച്ച്. അപ്പോൾ എൻ്റെ ഒരു 3-4 ഇൻവിക്റ്റ വാച്ചുകളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു മോഡൽ കണ്ടപ്പോൾ കണ്ടില്ലേ, വ്യത്യസ്തമായിട്ട് ഇങ്ങനത്തെ വാച്ചുകൾ കണ്ടിട്ടുണ്ടോ? ഓക്കെ, ഒരു എന്താ പറയുക, ഒരു സിലിണ്ട്രിക്കൽ ടൈപ്പ്, അതിൻ്റെ ഹാഫ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. സാധാരണ നമ്മൾ റൗണ്ട് ഡയലുകളല്ലേ നമ്മൾ കാണാറ്, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളത്. ഇതൊക്കെ കണ്ട 2 മോഡലുണ്ട്. അപ്പോൾ ഒരെണ്ണം ഇതാണ് കണ്ട, ഒരെണ്ണം സിലിക്കോൺ സ്ട്രാപ്പാണ് അതിനകത്തത്, ഒരെണ്ണം മെറ്റലാണ്. ഞാൻ എപ്പോഴും എൻ്റെ കൈ ഭയങ്കരമായിട്ട് വരക്കുന്നത്, എൻ്റെ പേരിൽ ഞാൻ മെറ്റൽ സ്ട്രാപ്പാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഞാൻ എന്തായാലും ഒരെണ്ണം മേടിക്കാൻ തീരുമാനിച്ചു. എന്നതാണ് അഭിപ്രായം? അതാണോ ബെസ്റ്റ്? ഇതാണ് ഞാൻ മേടിക്കുന്നത്. ഇതും എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്.
രസകരമായിട്ടുള്ള കാര്യം വെച്ചാൽ ഇപ്പോൾ 4ാമത്തെ ദിവസമാണല്ലോ. അപ്പോൾ ഇന്നത്തെ ഡിന്നർ എന്ന് പറഞ്ഞപ്പോൾ നാളെ മുതൽ ഇല്ല, നാളെ മുതൽ ഇത് പുതിയ പാസഞ്ചേഴ്സാണ്. അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള ക്രൂസിലുള്ളവർക്ക് 4ാമത്തെ ഡിന്നർ എന്ന് പറഞ്ഞാൽ ഇതോടെ ബൈ പറയണല്ലോ. നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ ബൈ. അതിൻ്റെ പേരിൽ ഇവിടെ എല്ലാ ദിവസങ്ങളിലും പരിപാടികളുണ്ടാവും കേട്ടോ. ഇപ്പോൾ ലാസ്റ്റ് ഡേ ഇപ്പോൾ ഷെഫുമാരും അതുപോലെ തന്നെ എല്ലാ സ്റ്റാഫുകളും, കിച്ചൺ സ്റ്റാഫുകളും വെയിറ്റേഴ്സും എല്ലാവരും കൂടി വന്നിട്ട്, മാനേജേഴ്സൊക്കെ കൂടി വന്നിട്ട് ഫ്ലോറിൽ ഡാൻസ് ഇട്ടാം. എല്ലാവരുമായിട്ടും ബൈ പറയാനായിട്ട് ഡാൻസൊക്കെ കളിച്ച് എല്ലാവരും അടുത്ത് ചെന്ന അഭിപ്രായങ്ങളൊക്കെ ആരാഞ്ഞും ഒരു രക്ഷയിലിട്ടാണ്. ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്നതിൻ്റെ അവസാന വാക്ക് ഒന്നും പറയാനില്ല. അത്രയും കെയറിങ് ആണ്. അത് നമുക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ അതേകൂടെ കൊണ്ട് തന്നിട്ടുണ്ട്. അത് കണ്ടില്ലേ, സൂപ്പ് വന്ന് ഇത് വന്ന് ഒക്കെ ഒരുപാട് ഫുഡുകളൊക്കെ നമ്മൾ കാണിക്കുന്നത്. പക്ഷേ അതെന്തായാലും അടിപൊളി. അപ്പോൾ അതേ പറഞ്ഞാൽ ഇപ്പോൾ ഇനി നാളെ രാവിലെ പോകണമെന്ന് ആലോചിക്കുമ്പോൾ സങ്കടം വരുന്ന പോലെ ആയി ഇതിനകത്ത്. കാരണം ഈ 4 ദിവസം ഭയങ്കര കെയറിങ്ങും സപ്പോർട്ടും, നമുക്ക് ഒന്നിനൊരു ബുദ്ധിമുട്ടില്ല, ഭയങ്കര ഹാപ്പി ആയിട്ട് പോകണം. സമയം പോണത് അറിയണില്ല. പിന്നെ എനിക്ക് കുറച്ച് ഫീൽ ചെയ്ത് ഞാൻ ഒറ്റയ്ക്ക് ഒരു റൂമിൽ അതിൻ്റെ പേരിൽ ഷിപ്പല്ല, വേറെ നമ്മൾ വേറെ സ്ഥലത്താണെങ്കിൽ നമ്മൾ പുറത്ത് വൈകുന്നേരം പുറത്തിറങ്ങി അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പോക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഇത്. അപ്പോൾ അങ്ങനെ റൂമിലേക്ക് മാത്രം വന്ന സമയത്തൊരു ഏകാന്തത ഫീൽ ചെയ്തിരുന്നു എന്നതൊഴികെ ബാക്കി അടിപൊളിയാണ്. പക്ഷേ ഫാമിലിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ, കുട്ടികളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ കുട്ടികളൊന്നും ഇവിടുന്ന് തിരിച്ചു വരാൻ കൂട്ടാക്കില്ല. അത്രയും ഇതാണ്. കപ്പലിലെ ഡെക്ക് നമ്പർ 5 നമ്മൾ എത്തിയിരിക്കുന്നത് കേട്ടോ. അതായത് കാര്യമുണ്ട്, നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വേഗം പോകുന്നത്. അപ്പോൾ രാത്രി 10 മണി ആവുന്നു. അപ്പോൾ നമ്മൾ വാച്ച് മേടിച്ച് കഴിഞ്ഞപ്പോൾ ഒരു കൂപ്പൺ തന്നവരത്. അപ്പോൾ വാച്ച് നമുക്ക് തന്നില്ല, പേയ്മെൻറ്റ് കാർഡിലാണ്, ഓട്ടോമാറ്റിക് കട്ടാവും. അപ്പോൾ ഈ കൂപ്പൺ തന്നത് 10 മണിക്ക് ഇവിടെ ഡെക്ക് നമ്പർ 5 കൂപ്പണിൻ്റെ ഒരു ഷോറൂം ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യണം. ഇത് 10 മണിക്ക് മുമ്പ് 10 മണിക്ക് നറുക്കെടുക്കും. കൂപ്പൺ കിട്ടിക്കഴിഞ്ഞാൽ ഒരു വാച്ചും കൂടി ഫ്രീ. ഓക്കെ, തന്നെ അതിന് ശേഷം നമ്മുടെ വാച്ച് ഡെലിവറി നമുക്ക് കിട്ടുള്ളത്. അതിനുവേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഓരോ ഡെക്കിനും അതിൻ്റേതായിട്ടുള്ളൊരു പുതുമയൊക്കെയാണ് കേട്ടോ. എല്ലാം ഒരുപോലെ തന്നെ ഒന്നുമല്ല, എല്ലാം വ്യത്യസ്ത രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഷിപ്പിൻ്റെ അകത്താണെന്ന് ആരെങ്കിലും പറയുമോ? നോക്കി, അത്ര വലിയ സൗകര്യങ്ങളാണ്. അതുപോലെ തന്നെ ഇവിടെ വലിയൊരു ഇൻസ്ട്രുമെൻ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ നറുക്കെടുപ്പൊക്കെ നടക്കുന്നത്. വാച്ച് കളക്ട് ചെയ്യേണ്ടതൊക്കെ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. കിട്ടുമെന്ന് നോക്കാം. കിട്ടിയാൽ കിട്ടി, പോയാലെന്തായി, പോയാൽ പോട്ടല്ലേ. ഈ നിൽക്കണവരൊക്കെ നറുക്കെടുപ്പിന് വേണ്ടി വന്ന് നിൽക്കണവരാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കൂട്ടത്തിലുണ്ട്. അങ്ങനെ നമ്മളുടെ നറുക്കെടുപ്പൊക്കെ കഴിഞ്ഞ് നമ്മുടെ വാച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വാച്ചൊക്കെ ഒന്ന് തുറന്ന് നോക്കിയാണ് അത് അവിടെ നിന്ന് മേടിച്ചത്. ഈ ഐറ്റം നമ്മൾ മേടിച്ചത് സംതിങ് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു വാച്ചാണ് കേട്ടോ. കണ്ടോ, സാധാരണ അതിൽ പോലെയല്ല. അപ്പോൾ ഹാരിസ് സമീറയുടെ എല്ലാ പ്രേക്ഷകരോടും അനുവാദം ചോദിച്ചുകൊണ്ട് കപ്പലിൽ നിന്ന് മേടിച്ച വാച്ച് ഒരു ആവേശം, ഒരു സന്തോഷം, അത്ര തന്നെ കേട്ടോ. യെസ്, അതിൻ്റെ വിലയൊക്കെയാണ്, വില ഒന്നും ഇത് ചെയ്യണില്ല. വില സ്പെഷ്യൽ റേറ്റിന് കിട്ടി. ഇത് $829 വില വന്നതാണ്. സ്പെഷ്യൽ ഡിസ്കൗണ്ട് കേട്ടോ. അതൊരു സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ കേട്ടോ. $829 നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാം. $US ആണ് കേട്ടോ. അതിനൊരു ഓഫർ, ലാസ്റ്റ് മിനിറ്റ് ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊരു മോഡൽ ഇഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ മേടിച്ചതാണ്. എന്തായാലും ഇരിക്കട്ടെ കയ്യിൽ. ഇത് കണ്ടിട്ട് നമ്മുടെ മറ്റേ ചങ്ങാതി പറയട്ടെ, മറ്റേ മമ്മൂക്ക ധരിച്ചിരിക്കുന്ന വാച്ചിൻ്റെ വില, പോളിഗ്ലാസിൻ്റെ വില അതൊക്കെ പറയാറുണ്ടല്ലോ, പറയട്ടെ ഇതിൻ്റെ വില കേട്ടോ. ഇതുമ്പോൾ അവർ അടിച്ചേക്കുന്ന വില $820 ആണ് ഷിപ്പിലെ വില. പിന്നെ ഒരു ഓഫർ കിട്ടുന്നുണ്ട്. ഇത് എനിവേ ഇത്രയാണ് കേട്ടോ. പക്ഷെ ഇതിനകത്ത് എന്നെ ഹൃദയത്തിൽ സ്പർശിച്ച, അതായത് ഹൃദയസ്പർശമായിട്ടുള്ള സംഭവം ഇവിടെ നടന്നു. അത് ഞാൻ ഇപ്പോൾ പറയാം. ഇവിടെ നിന്ന് മാറിയിക്കട്ടെ. നമ്മൾ നിന്നിട്ട് ഇത്ര വർത്താനം പറഞ്ഞ ഇത് വേണ്ട. ഓക്കെ, അങ്ങനെ നമ്മളുടെ വാച്ചൊക്കെ പാക്ക് ചെയ്തിട്ട് പോകുന്നു. ഈ വാച്ച് കെട്ടാൻ ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ കപ്പലിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ കെട്ടിട്ട് നടക്കാൻ പറ്റില്ല. കാരണം ചിലപ്പോൾ എൻ്റെ കയ്യിൽ ഞാനിപ്പോൾ ആപ്പിൾ വാച്ചാണ്. ഇതിനകത്ത് 6 സ്ഥലത്ത് സമയം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് സിംഗപ്പൂർ ടൈം നമ്മൾ വെച്ചിട്ടുണ്ട്, മറ്റൊന്ന് തായ്ലൻഡ് സമയം വെച്ചിട്ടുണ്ട്, ഇന്ത്യൻ സമയം വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഫിലിപ്പൈൻസിലെ ഇത് വെച്ചിട്ടുണ്ട്, ന്യൂയോർക്കിലെ സമയം വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഓരോ സ്ഥലങ്ങളിൽ നമുക്ക് ആവശ്യമനുസരിച്ച് ഇങ്ങനെ ഇടയ്ക്കിട്ട് മാറിക്കൊണ്ടിരിക്കട്ടെ. ഇപ്പോൾ എനിക്കിപ്പോൾ ഗൾഫിലേക്ക് അധികം വിളിക്കണമെങ്കിൽ ഗൾഫിലെ ടൈം വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ അടുത്ത ലാസ്റ്റ് വീക്കിൽ ഏറ്റവും കൂടുതൽ വിളിക്കേണ്ട സ്ഥലങ്ങൾ ആക്സസ് ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ വാച്ചിലിട്ട് സമയം. ഒരേ സമയം 6 സ്ഥലത്ത് സമയം നമുക്കറിയാം. രാത്രിയാണോ പകലാണെന്നൊക്കെ അറിയാം. മറ്റു വാച്ചുകളുടെ സമയം മാത്രമല്ല അറിയുള്ളൂ. ഹൃദയസ്പർശമായിട്ടുള്ള കഥ എന്ന് പറഞ്ഞാലേ, നമ്മളിപ്പോൾ ഓരോരുത്തരുടെ മനസ്സിൻ്റെ ഒക്കെ ഒരു വലിപ്പം കാണും. നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോഴേ ഇന്ന് വാച്ച് മേടിച്ചവർ ഇവിടെ കൂപ്പൺ ഇടണം. കൂപ്പൺ 10 മണിക്കാണ് കൂപ്പൺ കറക്റ്റായിട്ട് എടുക്കുന്നത്. അപ്പോൾ പ്രത്യേകം വെച്ചാൽ ആ കൂപ്പൺ ഇടുന്ന സമയത്ത് ആളിവിടെ ഉണ്ടാവും വേണം കേട്ടോ. അല്ലാണ്ട് ഇപ്പോൾ കൂപ്പൺ ഇട്ടിട്ട് പോകാൻ പറ്റില്ല. നറുക്കെടുക്കുന്ന സമയത്ത്
ആളിവിടെ വേണം. അപ്പോൾ ആ നറുക്കെടുപ്പിന്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. അങ്ങനെ നറുക്കെടുത്ത സമയത്ത് കിട്ടിയത്, അപ്പോൾ എൻ്റെ നമ്പർ തൊട്ട് മുമ്പത്തെ നമ്പറിനാണ് കിട്ടിയത്. കിട്ടിക്കഴിഞ്ഞപ്പോൾ അയാളുടെ വൈഫിന്റെ കയ്യിലാണ് കൂപ്പൺ. വൈഫ് 2 നില അപ്പുറത്താണ് ഉള്ളത്. നമ്മൾ തുടങ്ങുന്ന 5ാമത്തെ ഡക്കിലാണെങ്കിൽ 7ാമത്തേലാണ് വൈഫ് ഉള്ളത്. അയാൾ ആകെപ്പാടെ വിഷമിച്ച് വൈഫിനെ വിളിക്കുന്നു. അപ്പോൾ ഇവർ പറഞ്ഞു ഇപ്പം നീ മാത്രം തരുള്ളൂ, ഇല്ലെങ്കിൽ തരില്ല എന്ന് പറഞ്ഞ്. കാരണം അയാൾ ആകെ വിഷമിച്ച് നിരാശനായിട്ട് നിൽക്കുകയാണ്. കാരണം അയാൾക്ക് കിട്ടിയെന്ന് അയാൾക്ക് മനസ്സിലായത്. അത് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് രണ്ടാമത് നറുക്കെടുത്തപ്പോൾ കിട്ടിയ ആളുകൾ, അപ്പോൾ ഈ നറുക്കെടുപ്പ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. രണ്ടാമത് നറുക്കെടുത്തപ്പോൾ കിട്ടിയ ആളുണ്ടല്ലോ, ആളത് സ്വീകരിച്ച് അത് വാച്ച് തുറന്ന് എല്ലാവരും കാണിച്ചു തന്നിട്ട് അത് അടച്ചിട്ട് അയാളത് ഇദ്ദേഹത്തിന് കൊടുക്കുകയും ഇദ്ദേഹമാണ് കേട്ടോ. ശരി, ഓക്കെ, കൺഗ്രാറ്റ്സ്. ഇദ്ദേഹമാണ് കേട്ടോ ആ സർപ്രൈസ് ഗിഫ്റ്റ് ഹാൻഡ് ഓവർ ചെയ്തത്. ഓരോരുത്തരുടെ മനസ്സിന്റെ വലിപ്പമാണ് ഉണ്ടായിരുന്നത്. അപ്പൊ എല്ലാവരും കുറെ പേര് നിൽക്കുന്നുണ്ട് കേട്ടോ. കുറെ പേര് കപ്പലിൽ നിന്ന് വാച്ച് മേടിച്ചവർക്കാണ്. അപ്പോൾ കുറേ പേര് നിൽക്കുന്നുണ്ട്. അതിൽ തന്നെ റോളക്സ് ഇവിടെ അവൈലബിൾ ആണ്. ഒരുപാട് ബ്രാൻഡുകൾ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ വന്നേക്കണ ചില്ലറക്കാരുമില്ല. പക്ഷെ അയാൾ ഇങ്ങനെ വിഷമിച്ചിരിക്കണപ്പോൾ ഇയാൾ മേടിച്ച് തുറന്നു നോക്കിയിട്ട് അയാൾ 2 സ്റ്റെപ്പ് മുന്നോട്ട് കിടന്നിട്ട് ഇയാളുടെ മുഖം കണ്ടപ്പോൾ നേരെ എടുത്ത് അയാൾക്ക് കൊടുത്ത്. ഈ നീല ഷർട്ടിട്ട ചേട്ടനാണ് കേട്ടോ സമ്മാനം കിട്ടിയത്. കൊടുത്ത ആളാണ് ഇപ്പോൾ ഞാനിതിപ്പോൾ ഈ കാണിക്കുന്ന ആള്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ ഇയാളെ കാണാനുണ്ടായില്ല. പിന്നെ ഇയാളിതിപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് അയാൾ നടന്നു വരുന്നു. എന്തായാലും നല്ല മനസ്സുള്ള ഓരോ കാഴ്ചകൾ. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതോടെ വലിയ സംഭവം എന്ന് തോന്നും. പക്ഷെ ആ ഒരു മൊമെന്റിൽ അത് കൊടുക്കാൻ കാണിച്ച മനസ്സ് എടുത്തു പറയേണ്ടതല്ലേ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഈ നീല ഷർട്ടിട്ട ചേട്ടനാണ് കിട്ടിയത്. അദ്ദേഹത്തിന്റെ വൈഫാണ് കൂപ്പണൊക്കെ കൊണ്ട് ഓടി വന്നത്. അപ്പോഴേക്കും സമയം കഴിഞ്ഞിരുന്നു. എന്തായാലും നല്ലൊരു മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ പറ്റി. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ അവിടെ പല ഷോകളും സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമുക്കത് കാണാം. അവിടെ കാണുമ്പോൾ അവിടെ കർട്ടണൊക്കെ കാണുന്നില്ലേ? വലിയ കർട്ടണും സംഭവമൊക്കെ നമുക്ക് നടന്നു പോകുമ്പോൾ കാണാൻ പറ്റും. അതൊക്കെ ഡിജിറ്റലാണ് കേട്ടോ. എല്ലാം റോബോട്ടിക് ഷോ ആണ്. ഇതിന് മുമ്പുള്ള എപ്പിസോഡിൽ നമ്മളെല്ലാം കാണിച്ചിട്ടുണ്ട്. കപ്പലിൻ്റെ അകത്ത് നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ മേടിക്കുന്ന ഷോപ്പുണ്ട് കേട്ടോ. അതിപ്പോൾ മെഡിസിനോ മറ്റൊക്കെ വേണമെങ്കിൽ മെഡിസിനും സംഭവങ്ങളൊക്കെ ഉണ്ട്. സോപ്പ്, ക്രീം, ഇനി കള്ള് മേടിക്കണമെങ്കിൽ കള്ള് ഇതൊക്കെ ബാക്കിലുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ എന്താ വേണ്ട, ബാഗ് ആയിക്കോട്ടെ, നല്ലൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. നമ്മൾ പുറത്തുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടതാണ് ഷോപ്പിംഗ് അനുഭവങ്ങളുടെ. പക്ഷേ ഇത് അവിടെ അകത്തും ഒരുപാട് ഐറ്റംസ് വിൽക്കുന്ന ഇതുകൾ കാണാൻ സാധിക്കും. അപ്പോൾ ഒന്നിനും വെളിയിൽ പോകണ്ടെന്ന് പറഞ്ഞാൽ വെളിയിൽ പോകാനുള്ള അവസരം നമുക്കില്ല. അപ്പോൾ ഇവിടെ തന്നെ എല്ലാ കാര്യങ്ങളും അവർ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ താല്പര്യങ്ങളനുസരിച്ച് അത്യാവശ്യം നല്ലൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. ക്രൂയിസ് ഷിപ്പിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല കേട്ടോ. ഇനിയും പുതുമകൾ നിറഞ്ഞ അനുഭവങ്ങളും വിശേഷങ്ങളൊക്കെ നമ്മളെ കാത്തിരിക്കുകയാണ്. അത്തരം കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.